നമ്മുടെ ചാനലിൽ ഇപ്പോൾ നമ്മൾ കൂൺ കൃഷിയെക്കുറിച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മുന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പെല്ലറ്റ് ട്രീറ്റ് ചെയ്ത് വയ്ക്കുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ ഈ മഷ്റൂം പാക്കിങ്ങിന് മുന്നേ ആയിട്ട്. അപ്പോൾ അതിന് ഇന്ന് നമ്മൾ ബെഡ് കെട്ടാനായിട്ട് പോവുകയാണ് കേട്ടോ. നമ്മുടെ കൂൺ കൃഷിയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഹൈജീൻ എന്ന് പറയുന്നത്. നമ്മൾ എടുക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുക, ഡെറ്റോൾ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തിരിക്കണം. അത് നമ്മുടെ കൂൺ കൃഷിയിലെ മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. നമ്മൾ മുന്നത്തെ വീഡിയോയിൽ 2 കിലോ പെല്ലറ്റാണ് കേട്ടോ ട്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. 1 കിലോ പെല്ലറ്റിന് 1.5 ലിറ്റർ വെള്ളം എന്ന അനുപാതത്തിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഏകദേശം 3 ലിറ്റർ വെള്ളം എടുത്തിട്ടാണ് നമ്മൾ 2 ലിറ്റർ പെല്ലറ്റിന് ട്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. വേറൊന്നുമില്ല, നമ്മൾ 1 കിലോ പെല്ലറ്റിന് 1.5 ലിറ്റർ വെള്ളം ഒഴിക്കുക. എത്രയാണോ പെല്ലറ്റിൻ്റെ അളവ് കൂടുന്നത് അതിനനുസരിച്ച് ഈ ഒരു എമൗണ്ടിൽ വ്യത്യാസം വരുത്തുക കേട്ടോ. ഒരുപാടൊന്നും പെല്ലറ്റ് സോക്ക് ചെയ്ത് വെക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. നമുക്ക് ബെഡ് പെട്ടെന്ന് കെട്ടി തീർക്കാൻ കഴിയുന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് ഇത്രയും ഒരു ദിവസം ചെയ്യാൻ പറ്റുന്നുള്ളതുകൊണ്ട് ഞാനിത് 2 കിലോ പെല്ലറ്റിലാണ് ചെയ്യുന്നത്. നമ്മുടെ വിത്ത് നമ്മൾ കുറച്ച് മാത്രം പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് റബ്ബർ ബാൻഡ് വേണം, നമുക്ക് കവർ വേണം കേട്ടോ ബെഡ് കെട്ടാനായിട്ട്. ഒരുപാട് അളവുകളിൽ കവറുകളുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കവറുകൾ നിങ്ങൾ എടുക്കുക കേട്ടോ. ഇപ്പോൾ ഞാൻ നോർമൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന കവറാണ് എടുത്തിരിക്കുന്നത്. ഇത് സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള കവറാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ വിത്തിലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്ന് മണപ്പിച്ചൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ഒരു മെഡിസിൻ്റെ പോലത്തെ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമ്മൾ മിൽക്കിയുടെ കൃഷിയാണല്ലോ ഇപ്പോൾ ചെയ്യുന്നത്, മിൽക്കിയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ മിൽക്കിക്ക് നോർമലായിട്ടൊരു മെഡിസിൻ്റെ സ്മെല്ലുണ്ട് കേട്ടോ, അത് നോർമലാണ്. വിത്തിൻ്റെ ഈ പൊട്ടിച്ചിടുമ്പോൾ അതിനകത്തുള്ള ഈ വെള്ള പാടയുണ്ടല്ലോ, അത് നമ്മൾ എടുത്ത് മാറ്റണം കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വേണമെങ്കിൽ നിങ്ങൾക്കൊരു മെഷർമെൻറ്റ് കപ്പ് എടുത്തിട്ട് പെല്ലറ്റ് ലെയറായിട്ട് ഇടുമ്പോൾ ഒരു ലെയറിൽ 4 ആണെങ്കിൽ അടുത്ത വിത്ത് കഴിഞ്ഞിട്ട് അടുത്ത ലെയറിൽ 4, അങ്ങനെ 3 ലെയറായിട്ടൊക്കെ ഇടാം കേട്ടോ. മാക്സിമം പോയാൽ 3 ലെയറിൽ മാത്രമേ നമ്മൾ മാധ്യമം ഇങ്ങനെ ലെയറായിട്ട് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഒരുപാടായിട്ട് കാര്യമില്ല കേട്ടോ. നമുക്ക് മിൽക്കിയുടേത് നമുക്ക് ഡയറക്റ്റായിട്ട്, അതായത് മുകളിലോട്ടാണല്ലോ കൂണ് വരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കൈ അളവിനാണ് ബെഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരളവിന് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള കാൽസ്യം കാർബണേറ്റ് ഇടുകയാണ് കേട്ടോ. അത് ഞാനൊരു അതായത് കുറച്ചൊരു എമൗണ്ടിൽ മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. നമുക്ക് കാണിച്ചു തരാം, ആ ഒരു അളവിലാണ് എടുക്കുന്നത്. ചിലർ ഈ മീഡിയത്തിനകത്ത് തന്നെ, അതായത് പെല്ലറ്റിനകത്ത് തന്നെ ഒരു എമൗണ്ട് എടുത്ത് മിക്സ് ചെയ്ത് ചെയ്യുന്നവരുണ്ട്. ഏതാണോ നിങ്ങളുടെ എളുപ്പം അതനുസരിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് വിത്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ. കാൽസ്യം കാർബണേറ്റ് ഇടുന്നതെന്ന് പറഞ്ഞാൽ വിത്തിൻ്റെ മൈസീലിയം വേഗത്തിൽ പടർന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കാൽസ്യം കാർബണേറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. വേണമെങ്കിൽ ഓയിസ്റ്ററിലും കാൽസ്യം കാർബണേറ്റ് ഉപയോഗിച്ച് ചെയ്യുന്നവരുണ്ട് കേട്ടോ. ഞാൻ ഓയിസ്റ്ററിൽ കാൽസ്യം കാർബണേറ്റ് ഉപയോഗിച്ച് ചെയ്തിട്ടില്ല, ഇനി ചെയ്തൊക്കെ നോക്കണം. അപ്പോൾ നമ്മൾ ഇതുപോലെയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ പെല്ലറ്റ് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ആൾക്കാരിൽ നിന്ന് തന്നെ വാങ്ങിക്കുക കേട്ടോ. അതെടുത്ത് പറയാനുള്ള കാര്യമെന്ന് പറഞ്ഞാൽ, ഞാനിതുപോലെ ഓൺലൈനിൽ കണ്ട് ഒരു പെല്ലറ്റിൻ്റെ ഒരു വലിയ പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 25 കിലോ വരുന്ന ഒരു പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ പെല്ലറ്റിൽ എനിക്ക് തോന്നുന്നു മിക്സഡ് പെല്ലറ്റാണ്. ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനെ പറ്റിയിട്ട്. അപ്പോൾ അത് മിക്സഡ് പെല്ലറ്റാണെന്ന് തോന്നുന്നു, കാരണം ബെഡിൻ്റെ ഒരു ഭാഗത്തേക്ക് കറുപ്പും വേറെ കളറൊക്കെ വ്യാപിക്കുകയായിരുന്നു. അപ്പോൾ അതെനിക്ക് ബെഡുകളൊന്നും കിട്ടിയില്ല കേട്ടോ. ബാക്കി വന്ന പെല്ലറ്റിന് ഞാൻ പുറത്തേക്ക് എടുത്ത് മാറ്റുകയാണ് ചെയ്തത് കേട്ടോ. അതിൽ ബെഡ് കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വിത്തും നമുക്ക് നഷ്ടമാവും. അതുകൊണ്ട് അതിന് ഞാൻ എടുത്ത് മാറ്റുകയാണ് ചെയ്തത്. പിന്നെ ഒട്ടുമിക്ക ആൾക്കാർക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മൾ വിത്തിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമ്മൾ മാധ്യമത്തിലേക്ക് വിത്തിടുമ്പോൾ ഓയിസ്റ്ററിലാണെങ്കിൽ നമ്മുടെ സൈഡിലാണ് വിത്തുകൾ ഇടുന്നത്. മിൽക്കിക്കാണെങ്കിൽ നമ്മുടെ സെൻറ്റർ ഭാഗത്ത് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് വേണം ഇടാനായിട്ട്. അതായത് ഓയിസ്റ്ററിൻ്റെത് സൈഡ് ബേസൊക്കെ കൂണ് വരും, നമ്മുടെ മിൽക്കിക്കുള്ളത് മുകൾ ഭാഗത്തോട്ടാണ് കൂണ് വരുന്നത് കേട്ടോ. നമ്മൾ നോർമൽ നമ്മുടെ തറയിലൊക്കെ നിൽക്കുന്ന രീതിയിലാണ് മിൽക്കിയുടെ കൂണ് വരുന്നത്. അപ്പോൾ എത്രയാണൊക്കെയാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ. മസ്റ്റായിട്ട് ഡെറ്റോൾ ഉപയോഗിക്കുക കേട്ടോ. നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ഇൻസ്ട്രുമെൻറ്റിലും നമ്മൾ ഡെറ്റോൾ യൂസ് ചെയ്യുക. പിന്നെ കവറ് ഊതി തുറക്കാതിരിക്കുക കേട്ടോ. നമ്മൾ ഇടുന്ന കവറ് ഊതി തുറക്കാതിരിക്കുക.
അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഉപയോഗിക്കുന്ന കവറ് നിങ്ങൾക്ക് കിട്ടുന്ന കവറുകൾ എടുക്കുക കേട്ടോ. 12-9 12-14 അങ്ങനെയൊക്കെ ഒരുപാട് കവറുകൾ മാർക്കറ്റിലുണ്ട്. നിങ്ങൾക്ക് ഏതാണോ കിട്ടുന്നത് ആ രീതിക്കുള്ള കവറുകൾ ചൂസ് ചെയ്യുക കേട്ടോ. ഇന്ന അളവിലെ കവറ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരുപാട് വീഡിയോസിൽ നമ്മളെ വേസ്റ്റ് ഡസ്റ്റ്ബിന്നിലൊക്കെ ഇതുപോലെ, അതായത് പുതിയതായിട്ടുള്ള ഡസ്റ്റ്ബിന്നിലൊക്കെ കൂണുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങളെന്ന് പറയുന്നത്. ഞാൻ ഈ പ്രോസസ്സ് ഒന്നുകൂടെ ഒന്ന് വിശദീകരിച്ച് തരാം കേട്ടോ. നമ്മളൊരു കവർ എടുക്കുക, ആ കവറിൻ്റെ അടിഭാഗത്ത് ടൈ ചെയ്യുക കേട്ടോ. റബ്ബർ ബാൻഡോ അതിന് സ്പെഷ്യലായിട്ട് കിട്ടുന്ന എന്തെങ്കിലും കയറുണ്ടല്ലോ, ഈ റബ്ബറിൻ്റെയൊക്കെ സൈഡ് കെട്ടുന്ന ഒരു നൈസ് പ്ലാസ്റ്റിക് കവറുണ്ടല്ലോ, ആ കവറല്ല കയറ്, ആ ഒരു കയർ ഉപയോഗിച്ചാൽ നമുക്കിതിൻ്റെ അടിഭാഗം ടൈ ചെയ്യാം കേട്ടോ. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഏറ്റവും താഴ്ഭാഗത്തായിട്ട് വിത്ത് മൊത്തത്തിലൊന്ന് വിതറി കൊടുക്കുക. അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന മാധ്യമം ഏതാണോ അതിനെ ഇടുക. അതിനുശേഷം പിന്നെയും വിത്തിടുക. മിൽക്കിക്കാണെങ്കിൽ നമ്മൾ ഒരു 3 ടൈംസ് മാധ്യമം റിപ്പീറ്റ് ചെയ്താൽ മതിയാവും. മോയിസ്റ്ററിലാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ വിത്തും മാധ്യമവും ഒക്കെ റിപ്പീറ്റ് ചെയ്ത് ചെയ്യാം. സൈഡ് വേസ് ആണ് കുമ്മിൾ വരുന്നത്, അതുകൊണ്ട് അങ്ങനെ ചെയ്യാം കേട്ടോ. അതിനുശേഷം നമ്മൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് വായു എല്ലാം പുറത്ത് കളയുന്ന രീതിയിൽ നമ്മൾ മണ്ടയിൽ റബ്ബർ ബാൻഡ് തന്നെയാണ് ഇടുന്നത്. ഇല്ലെങ്കിൽ ബ്രീത്തബിളായിട്ടുള്ള ടേപ്പുകൾ വാങ്ങിക്കാൻ കിട്ടും. സർജിക്കൽ ടേപ്പ് അല്ലാതെ ബ്രീത്തബിളായിട്ടുള്ള ടേപ്പുകൾ വാങ്ങിക്കാൻ കിട്ടും. അതുപയോഗിച്ച് നിങ്ങൾക്ക് മുകളിൽ ടൈ ചെയ്യാൻ കേട്ടോ. അതിനുശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന കത്രികയോ സൂചിയോ പിന്നോ എന്തായാലും അതൊന്ന് ഡെറ്റോൾ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അടിഭാഗത്തും മോൾ ഭാഗത്തും സൈഡിലൊക്കെ കുഞ്ഞു കുഞ്ഞു ഹോളുകൾ ഇട്ട് കൊടുക്കുക കേട്ടോ. അടിഭാഗത്ത് ഇടാൻ മറന്നു പോകരുത്. എന്തായാലും അടിഭാഗത്ത് 3-4 ഹോളെങ്കിലും ഇട്ടിരിക്കണം. അപ്പോൾ അത് എക്സസ് ആയിട്ട് എന്തെങ്കിലും വാട്ടർ കണ്ടൻറ് ഉണ്ടെങ്കിൽ അതിലേക്കൂടെ പൊക്കോളും. ഇല്ലെങ്കിൽ മുകൾ ഭാഗത്ത് നമ്മൾ സുഷിരങ്ങൾ ഇടുന്നത് വായു സഞ്ചാരത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. വായു സഞ്ചാരം കൊണ്ട് നമ്മുടെ വിത്ത് പ്രോപ്പറായിട്ട് മൈസീലിയം പടർന്ന് നമ്മളെ ബെഡ് സെറ്റായിട്ട് വരാനാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മളിതിനെ നല്ല വൃത്തിയുള്ള ഒരു പ്രതലത്തിലേക്ക് ഡാർക്ക് റൂമിലേക്കാണ് മാറ്റേണ്ടത്. ഒരു 15 മുതൽ 20 ഡേയ്സ് വരെ നമ്മൾ എന്ത് ചെയ്യുക, ഡാർക്ക് റൂമിലേക്ക് ഇതിനെ സെറ്റ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നമ്മൾ എടുത്തിട്ട് കേസിങ് കൊടുക്കുക. മിൽക്കിക്കാണെങ്കിൽ കേസിങ് കൊടുക്കുക. നമ്മുടെ ഓയിസ്റ്ററിനാണെങ്കിൽ 15 ദിവസത്തിന് ശേഷം അതിൽ കൂണുകൾ വന്ന് തുടങ്ങും കേട്ടോ. അപ്പോൾ ജസ്റ്റ് വെള്ളമൊക്കെ സ്പ്രേ ചെയ്തിട്ട് നമ്മളെ ബെഡിൽ ക്രോസ് ആയിട്ട് കുറച്ച് ബ്ലേഡ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് വരകളൊക്കെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എന്നിട്ട് അത് പ്ലേസ് ചെയ്യുക കേട്ടോ. നമ്മൾ എവിടെയാണോ, ഓയിസ്റ്റർ ആണെങ്കിൽ കയറിലൊക്കെയാണ് പ്ലേസ് ചെയ്യുന്നത്. മിൽക്കി ആണെങ്കിൽ ഇതുപോലെ തറയിലൊക്കെ വെച്ചാലും മതി. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മൾ വിത്ത് സ്പ്രെഡ് ചെയ്യുമ്പോഴത്തേക്കും കാൽസ്യം കാർബണേറ്റ് ഇടയ്ക്കൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചോദിക്കുക.